നമസ്കാരം. പ്രധാന വാർത്തകൾ. CBI തള്ളിക്കളഞ്ഞ കേസ് വീണ്ടും അന്വേഷിക്കാൻ കോടതി ഉത്തരവ്. കേരള പോലീസിന് അഭിമാനാർഹമായ നേട്ടം. മന്ത്രി MSVക്കും വ്യവസായ പ്രമുഖൻ ശ്രീ രാജൻ ഫിലിപ്പിനുമെതിരെ വീണ്ടും പോലീസ് അന്വേഷണം. കേസ് തെളിയിച്ചത് സൂപ്പർമാൻ. വാർത്തകൾ വിശദമായി. CBI അന്വേഷിച്ച കേസ് കേരള പോലീസിനെ കോടതി ഏൽപ്പിക്കുന്നത് ഇതാദ്യമാണെന്നും ഈ നേട്ടത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും മിസ് നിത്യ IPSനാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ രാജഗോപാൽ പറഞ്ഞു. പക്ഷേ സൂപ്പർമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നയാൾ ആരാണെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിച്ചു. സാർ, ഈ അന്വേഷണത്തെ സാർ എങ്ങനെ വിലയിരുത്തുന്നു? അത് മന്ത്രിയെ ഒന്ന് ഇരുത്താനുള്ള വേലയാ, പിന്നിൽ നിന്ന് കുത്തൽ, രാഷ്ട്രീയ പകപോക്കൽ. ക്ഷമിക്കണം, നിങ്ങളല്ല മിനിറ്റോടാ ചോദിച്ചത്. എന്തോ നടുത്ര ചോദിക്കാൻ കുറെ കാലം CBIക്കാർ ചോദിച്ചു, ഇനിയിപ്പോ പോലീസുകാർ ചോദിക്കാൻ പോകുന്നു. ലോകത്തുള്ള സകല ചോദ്യങ്ങൾ തീർന്നാലും ശരി, യുവമാരുടെ മുടിഞ്ഞ ചോദ്യം തീരൂല, ഒരിക്കലും തീരൂല. അത് ഒരുമാതിരി ചൊറിയുന്ന ചോദ്യം. സാർ, ഒരു ചോദ്യം സർ, ഈ പോലീസ് അന്വേഷണം മൂലം അങ്ങയുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമോ? പിന്നെ CBI വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെയാണ് ഈ പോലീസ്. അപ്പോ കേരള പോലീസിന്റെ കഴിവിൽ അങ്ങേക്ക് വിശ്വാസമില്ലെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ ദൈവമേ, വരുന്ന അർത്ഥ പുലിവാലി. അങ്ങനെ ഒന്നും അർത്ഥമാക്കിയില്ല കൊച്ചേ. കേരള പോലീസിലെ എല്ലാവരും നല്ല കഴിവുള്ളവരാ. മിസ് നിത്യ IPS കേസ് വീണ്ടും അന്വേഷിക്കാനുള്ള ഉത്തരവ് കോടതി നേടിയവരാണ്. സർ, എത്ര ലക്ഷങ്ങൾ ഓഫർ ചെയ്തിട്ടും ഇവർ പിന്മാറാൻ തയ്യാറായില്ല. കേരള പോലീസിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണിത്. CBIക്ക് മേൽ പോലീസ് നേടുന്ന വിജയം. ഇതിനുവേണ്ടി ധീരമായി പോരാടിയ മിസ് നിത്യയെ ഞാൻ അഭിനന്ദിക്കുന്നു. SI ബാലചന്ദ്രൻ ഈ കേസിലെ പല തെളിവുകളും ശേഖരിച്ചത് ഇയാളാണ്. സർ, പല പ്രാവശ്യം ഇയാളുടെ കൈയും കാലും ഒക്കെ തല്ലിയൊടിച്ചതാണ്. എന്നിട്ടും താങ്ക് യു സർ. ഇത് വെച്ചോ. നമ്മളെല്ലാം ഇതൊന്നും താൻ ഇങ്ങനെ ഞെക്കി കാണിക്കേണ്ട കാര്യമില്ല. ഈ കേസിന് പിന്നിൽ ഒരാൾ കൂടിയുണ്ട്. നമുക്കെതിരെ ഇത്രയധികം തെളിവുകൾ ശേഖരിച്ചത് അയാളാണ്. അതും അറിയാം. അത് ആരാണെന്ന് പറയണോ സ്റ്റീഫ? അവന് പത്രക്കാരൊരു പേര് നൽകിയിട്ടുണ്ട്, സൂപ്പർമാൻ. എടാ, അവൻ ആരാ, ഏതാ, എന്താ, അതൊക്കെ പറയാനാ പറഞ്ഞത്. എത്ര ശ്രമിച്ചിട്ടും അവനെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടുന്നില്ല സർ. ഇപ്പൊ ഒരു വിവരം കിട്ടി. നിനക്കൊക്കെ ഒരു വിവരമില്ലെന്ന്. എടാ, കമ്പ്യൂട്ടറും തോക്കും കോപ്പുമായിട്ടൊക്കെ ടൈയും കെട്ടി തെണ്ടിത്തിരിഞ്ഞ് നടക്കാനല്ല നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. 24 മണിക്കൂറിനകം ആ കഴിവറുടെ മോനെ പറ്റിയുള്ള സകല വിവരങ്ങളും എനിക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്നു കുഴിച്ചു മൂടി. ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസമാണെന്ന്. സർ, ഇന്ന് എനിക്ക് അതുകൂടി അറിയണം. ആരാണ് ഈ സൂപ്പർമാൻ? നിത്യാണോ? ഞാനോ? ഞാൻ എങ്ങനെയാണ് സർ മാനാകുന്നത്? പിന്നെ താനാണോ? അങ്ങനെ ചോദിച്ചാൽ സാറിന് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് വേറെ ആരായാലും ഒരിക്കലും താനാവില്ല. വെരി കറക്റ്റ് സർ. സർ, ഇനിയെങ്കിലും സത്യം വെളിപ്പെടുത്തണം. ഈ സൂപ്പർമാൻ എന്ന പേരിൽ മന്ത്രിക്കെതിരെ ഇത്രയധികം തെളിവുകൾ ശേഖരിച്ചത് സാറല്ലേ? ഞാനോ? അതെ, സാറല്ലേ സൂപ്പർമാൻ? അതെ. അല്ല, നിങ്ങളിങ്ങനെ വെട്ടി തുറന്നൊക്കെ ചോദിച്ചാൽ പിന്നെ എനിക്ക് നിഷേധിക്കേണ്ടി വരും. സർ, പ്ലീസ്. നോ, ഈ സസ്പെൻസിനൊരു സുഖമില്ലേ, അത് ഞാനായിട്ട് കളയുന്നില്ല. സർ, ഒരു ചോദ്യം. നിങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. സൂപ്പർമാൻ എന്നൊരാളില്ല. അതൊരു സാങ്കല്പിക കഥാപാത്രമാണ്. നിങ്ങൾ പത്രക്കാരുടെ സൃഷ്ടി. സാർ, അങ്ങനെ പറഞ്ഞു. നോ മോർ ക്വസ്റ്റ്യൻസ്. ചോദിക്കൂ, ഞാൻ പറയാം. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? സൂപ്പർമാനെ കുറിച്ചല്ലേ? അത് മറ്റാരുമല്ല, ഞാനാണ്. ഈ ഞാൻ. ആർ യു സൂപ്പർമാൻ? അതെ. എന്ന് തൽക്കാലം ഞാൻ പറയുന്നില്ല. സർ, ഒരു ചോദ്യം കൂടി. യെസ്. ഇന്ന് എപ്പോ എത്തും? അല്പ വൈകും. വരുമ്പോ പച്ചക്കറി വാങ്ങിക്കൊണ്ട് വരുമോ? സൗകര്യപ്പെട്ടെന്ന് വരില്ല. എങ്കിൽ മോര് മതിയോ? നോ, നോ മോർ മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ചോദ്യമില്ല. പകരം ഒരു ഉത്തരം തരാം. സൂപ്പർമാൻ എന്നൊരാളുണ്ട്. അതാരാണെന്ന് എനിക്കറിയുകയും ചെയ്യാം. താനിത് എവിടെ ആയിരുന്നോ? ആ സ്ത്രീ പീഡന കേസിലെ പ്രതികളെ തപ്പി പോയതാ. 4 എണ്ണത്തിലേ കിട്ടിയുള്ളൂ. ഇനി ഒരു 300 എണ്ണം കൂടെ ബാക്കിയുണ്ട്. നമ്മുടെ കാര്യം എന്തായി? ആകെ കുഴഞ്ഞു. നാളത്തെ പത്രത്തിലെ പ്രധാന വാർത്തകളാ. MSVക്കും രാജൻ ഫിലിപ്പിനുമെതിരെ ശക്തമായ തെളിവുകൾ. ഈ തെളിവും കണ്ടെത്തിയത് സൂപ്പർമാൻ. ഇയാളുടെ ശരിയായ പേര് ഹരീന്ദ്രൻ എന്നാണ്. ഒരു സ്ഥിരം കുറ്റവാളി. 100-ലധികം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. മോഷണ കേസുകളാണ് അധികവും. കോടതിയിൽ സ്വയം വാദിക്കുന്ന കള്ളൻ.
ഇവിടത്തെ ഏറ്റവും പ്രഗത്ഭനായ അഡ്വക്കേറ്റിന് പോലും ഇവനെ കോടതിയിൽ തോൽപ്പിക്കാൻ കഴിയില്ല. പണ്ടെപ്പോഴോ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടതൊഴിച്ചാൽ പിന്നീട് ഇതുവരെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. പോലീസിന്റെ തീരാ തലവേദനയാണിവൻ. പക്ഷേ ഈ കേസിൽ ഇവൻ പോലീസിനെ രഹസ്യമായി സഹായിക്കുന്നു. എന്തിന്? നാണം കെട്ട ഏർപ്പാടായി പോയി. കേസ് അന്വേഷിക്കാൻ ഒരു കള്ളം വേണമെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഈ വേഷവും കെട്ടി വടിയൊക്കെ പിടിച്ച് നടക്കുന്ന എന്തിനാ? സർ പ്ലീസ്, ദയവ് ഇത് എന്നെ വിശ്വസിക്കണം. എന്റെ അറിവോ സമ്മതവും ഇല്ലാതെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിയാൻ പറ്റില്ല നിത്യ. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കാ. സർ. പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. കേസ് അന്വേഷിക്കുന്നത് പോലീസാണോ അതോ കള്ളന്മാരാണോ എന്ന് ആളുകൾ ചോദിക്കുന്നത്. ആ ചോദ്യം പോലീസിൽ തന്നെയുള്ള ചില കള്ളന്മാരെ കുറിച്ചും ആവാം അല്ലേ സർ? ആവില്ല അല്ലേ സർ? ബാലേന്ദ്രന്റെ വൈഫല്ലേ ആ ന്യൂസ് കൊടുത്തത്? അതെ സർ. അപ്പോ ബാലേന്ദ്രൻ അവനെ കുറിച്ച് എല്ലാം അറിയാം. കുറച്ചൊക്കെ. അവനെ അറസ്റ്റ് ചെയ്യണം സർ. അത് പോലീസിനെ സഹായിക്കുന്നു എന്ന വ്യാജേന അവൻ ചെയ്തിട്ടുള്ള നിരവധി മോഷണങ്ങളും കവർച്ചകളും ഒക്കെയാണ്. അത് നമുക്ക് തെളിവുകൾ ശേഖരിച്ചു തരാൻ. കൂടുതൽ വിശദീകരിക്കണ്ട. എത്രയും പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്യണം. ആഹാ, വല്യച്ഛനോ? ഇതെന്തു പറ്റി? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. മുന്നറിയിപ്പോ? ആഹാ, ഞാനിവിടെ വരണമെങ്കിൽ മുന്നറിയിപ്പ് നോട്ടീസ് ഒക്കെ വേണമല്ലേടി. മുന്നറിയിപ്പില്ലാതെ വന്നത് നിനക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞാൻ പോയേക്കാം. അയ്യോ എന്റെ വല്യച്ഛ, ഞാൻ അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതല്ലേ. ഇവിടെ നിനക്ക് എന്നോട് ഫോർമാലിറ്റി ആണല്ലേ, എനിക്ക് നിന്നോട് ഫോർമാലിറ്റി വേണമല്ലേ. ഞാനിവിടെ വരുന്നതായിരുന്നു. ശ്ശോ, ഈ വല്യച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. എന്റെ പൊന്നു വല്യച്ഛനല്ലേ. ബാ, നമുക്ക് അകത്തേക്ക് പോവാം. ബാ. ഇത്രയും നാളുകൾ എവിടെയായിരുന്നു വെല്ലിച്ച, എന്ത് ചെയ്യുകയായിരുന്നു വെല്ലിച്ച എന്നൊക്കെ വേണ്ടേ കണ്ട ഉടനെ ചോദിക്കാൻ. അയ്യോ എനിക്ക് തെറ്റി. ഇത്രയും നാളും എവിടെയായിരുന്നു വല്യച്ഛ? എസ്റ്റേറ്റിലായിരുന്നു. വല്യച്ഛൻ എന്തിനാ അങ്ങോട്ട് പോയത്? അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ നാരായണില്ലേ? ഉണ്ട്, അവനെ കാണാൻ തന്നെയാ ഞാൻ പോയത്. അവന്റെ 2 കൈ ഞാൻ തല്ലി ഒടിച്ചു. ആ അയ്യോ, എന്തിന്? കട്ട് മുടിച്ചിട്ട്. തറവാട് വക മുതലാ. നിനക്ക് വേണ്ടെങ്കിലും എനിക്ക് നോക്കി നടത്താതെ പറ്റുമോ? പോയിട്ട് 10 ദിവസമായില്ലേ? ഇത്രയുള്ളോ? വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി. പത്രത്തിലൊരു പരസ്യം കൊടുത്തു. തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി നോക്കുന്ന സുന്ദരിയും സുശീലയുമായ ഒരു IPS ഓഫീസർക്ക് വരനെ ആവശ്യമുണ്ട്. ബുദ്ധിപൂർവ്വം നിന്റെ പേര് ഞാൻ കൊടുത്തില്ല. എന്തിനാ ഇനി പേര്? ഇത് വായിച്ചാൽ തന്നെ ആർക്കും അറിയാൻ പാടില്ല ഞാനാണെന്ന്. വല്യച്ഛന് ഇതൊക്കെ ചെയ്യും മുമ്പ് എന്നോടൊന്ന് ആലോചിക്കാമായിരുന്നില്ലേ? ആലോചിച്ചാ വേണ്ടാന്നല്ലേ പറയൂ. എടീ, നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് എന്റെ പ്രായത്തിലുള്ള കുട്ടികളായി കഴിഞ്ഞു. ഇനി വെല്ലിച്ചൻ നിന്റെ കല്യാണം നടത്തിയിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതാ എന്റെ തീരുമാനം. അപ്പൊ വല്യച്ഛൻ ഇവിടുന്ന് പോകുന്നില്ല? പോകും. നീ ഇവിടെ ഇരുന്നേ. പോകാതെ പറ്റില്ല മോളെ. ഇനി പറയാം. വെല്ലിച്ചൻ 3 ദിവസം ആശുപത്രിയിലായിരുന്നു. ഒരു ഹാർട്ട് അറ്റാക്ക്. തട്ടിപ്പോകേണ്ടതായിരുന്നു. എന്നിട്ട് എന്താ എന്നെ അറിയിക്കാതിരുന്നത്? നിന്നെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. ജീവൻ തിരിച്ചു കിട്ടിയപ്പോ ഞാൻ ആദ്യം നിന്നെയാ ഓർത്തത്. പിന്നെ നിന്റെ കല്യാണവും. മരിക്കുന്നതിന് മുമ്പ് എനിക്കിത് കാണണം. ഇനി എന്റെ മോൾ എതിരെ പറയരുത്. നമുക്കൊന്ന് ആലോചിക്കാന്നേ. നീ ഇത് നോക്കിക്കേ. നിനക്കിത് ഇഷ്ടപ്പെടും. കണ്ടോ കണ്ടോ? ദാ, ദാ, ദാ. ഇതിന്റെ ഇരട്ടി കത്തുകൾ ഇവൻ അയച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര എടുത്തുള്ളൂ. നീ പോലും അറിയാതെ നിന്നെ കാണുകയും മനസ്സിലാക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തത്രേ. എനിക്ക് ഇവനെ ഇഷ്ടായി. ഫസ്റ്റ് പ്രിഫറൻസ് ഇവനാ. എന്റെ പേര് സേതുമാധവൻ. LLB വരെ പഠിച്ചു. LLB കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം കേസും കോടതിയൊക്കെ ആയിട്ട് ബഹളത്തിലായിരുന്നു ഇത്രയും കാലം. ഇപ്പോഴാണ് ജീവിതത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ചു തുടങ്ങിയത് തന്നെ. ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ പോലും അറിയാതെ എന്നെ മനസ്സിലാക്കിയെന്ന് കത്തിലുണ്ടായിരുന്നു. അതെങ്ങനെയാ മനസ്സിലാക്കല്? പറയാം. എല്ലാം വിശദമായി പറയാനും പരസ്പരം നല്ലോണം മനസ്സിലാക്കാനും വേണ്ടിയിട്ടല്ലേ എല്ലാ ശല്യത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ലേ കൂടിക്കാഴ്ച. എങ്കിൽ പിന്നെ എന്റെ ശല്യം കൂടി അങ്ങ് ഒഴിവാക്കിയേക്കാം. നിങ്ങൾ സംസാരിക്കും. എന്താ സാർ? ഡെപ്യൂട്ടി കമ്മീഷണർ നിത്യ ഏത് കോട്ടേജിലാ? 117 സാർ. അവിടെ
ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇങ്ങനൊരാളാ എന്താ, ഇങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല? എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ എനിക്ക് കിട്ടിയ വിവരം. കർത്താവ് ഇങ്ങോട്ടാ? അതെ, ഇവൻ ആളിത്തിരി പെശക. ഈ ഭാഗത്തേക്ക് എങ്ങാനും വന്നാൽ ഉടനെ തന്നെ സ്റ്റേഷനിൽ അറിയിക്കണം. ഓക്കെ? ശരി സർ. ആരെന്താ ഇവിടെ? ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്നെയോ? എന്താ കാര്യം? അയ്യോ, വല്യച്ഛനല്ല, സാറിന് ഒരു അത്യാവശ്യ കാര്യം പറയാനാ. എടോ, തന്നെ പോലുള്ള അത്യാവശ്യക്കാരുടെ ശല്യം ഒഴിവാക്കാനാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നത്. ഇവിടെ താരൊന്നും വിടില്ലേ? ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാ. ഉടനെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പാവും. അതുകൊണ്ടാ. ഓ, ശല്യമായല്ലോ. അവിടെ ഒരു നല്ല കാര്യം നടക്കുക. അതിനെ ഈ അത്യാവശ്യം കൊണ്ട് അങ്ങോട്ട് പോകണ്ട. ഞാൻ അവിടെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞു പെട്ടെന്ന് പൊക്കോണം. ഇല്ലെങ്കിൽ അപകടത്തിലാകാൻ പോകുന്ന താനാ. ഒരു കണക്കിനാണ് ഞാൻ അവളെ ഇവിടം വരെ എത്തിച്ചത്. ഞാനും കൂടെ. ഇവിടെ നിൽക്കേ. അവൻ ഏതാണ്ട് ഈ ഭാഗത്തേക്കാണ് നീങ്ങിയിട്ടുള്ളത്. ആ വിവരം സാറിനെ ഒന്ന് അറിയിച്ചിട്ട് പോകാമെന്ന് കരുതി. അവന്റെ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതോ? അയ്യോ, ഇതാര് പറിച്ചോണ്ടുപോയി? സോറി, മിസ്സായി പോയി. ഞാൻ വേറൊരു കോപ്പി കൊണ്ടുവരാം. തന്നെയൊക്കെ. മാഡം, മാഡം, ഫോട്ടോ കിട്ടി. ഫോട്ടോയുടെ പുറകെ തന്നെ ഫോട്ടോ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോക്കാർ തെറ്റി പ്രിന്റ് ചെയ്താ. സൈഡ് മാറിപ്പോയി. അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നേരെ അവളൊരു പച്ചക്കൊടി കാണിച്ചാൽ ആ നിമിഷം അയാളെ അണിയിക്കാൻ ഞാൻ കരുതി വെച്ചിരിക്കുന്നതാ. അവൾ എപ്പോഴും കൂടെ കരുതുന്നതായത്. ഇതിന്റെ ശബ്ദം ഒരു പ്രാവശ്യം കേട്ടില്ലെങ്കിൽ അവൾക്ക് ഉറക്കം വരില്ല. ഇത് തനിക്കും അറിയോ? എന്ന് വെച്ച് അവളുമായിട്ട് മുട്ടാനൊന്നും നിൽക്കണ്ട. അവൾക്ക് സംഗീതത്തിന് നല്ല പിടിയാ. മുട്ടിയ ചെലപ്പോ തോറ്റു പോവും. അവൻ സാറിന് കല്യാണം ആലോചിച്ചു വന്നെന്നോ? അവൻ എന്തിനാ എന്നെ ഇങ്ങോട്ട് വരുത്തിയതെന്നും അവന്റെ കൂടെ എത്ര ആളുകളുണ്ടെന്നും അറിയാത്ത സ്ഥിതിക്ക് എല്ലാ മുൻകരുതലുകളും വേണം. ഇവിടുന്ന് അവൻ രക്ഷപ്പെട്ടുകൂടാ. എങ്കിൽ കിട്ടാവുന്നത്ര പോലീസുകാരുമായിട്ട് ഞാൻ വരാം. അതുവരെ അവൻ രക്ഷപ്പെടാതെ ഞാൻ നോക്കിക്കോളാം. താനിതുവരെ പോയില്ലേ? ഒന്ന് പോടോ. ഓക്കെ സർ. മോളെ, അവന് സംഗീതത്തിലൊക്കെ നല്ല പിടിയാ. അവൻ അറിയാൻ പാടില്ലാത്ത രാഗമൊന്നുമില്ല. അവനോട് ഏറ്റുമുട്ടിയ നീ ചിലപ്പോ തോറ്റുപോകും. നമ്മുടെ ഭാഗ്യം കൊണ്ടാ മോളെ ഇതുപോലൊരു ബന്ധം വന്ന് പെട്ടത്. അതെ വല്യച്ഛ, എനിക്ക് അല്പം ഭാഗ്യമുണ്ട്. ഒന്ന് ഏറ്റുമുട്ടി നോക്കാം. തോൽക്കുന്നത് ആരാന്നറിയാലോ.